എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ സമൂഹത്തെ ഇന്ന് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വിപത്താണ് ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത്. അതിനെതിരെ ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു വിപത്തായി ഇന്നത്തെ കാലഘട്ടത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല ആളുകളും ലഹരി ഒരു ട്രെൻഡിങ് ഒക്കെ ആയി എടുത്തിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമല്ല ചെയ്യും, ഞങ്ങളുടെ ശരീരം എന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതിൻ്റെ ഉപദ്രവങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇത് നമ്മളിൽ ഉണ്ടാക്കുന്ന നഷ്ടങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പറയുന്ന ലഹരിയുടെ ഏറ്റവും മോശപ്പെട്ടൊരു വശം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിന് ഹാനികരമാണെന്നുള്ളതാണ്. ഉദാഹരണത്തിന് കഞ്ചാവ്, MDMA എന്ന് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ലഹരികൾ നമ്മുടെ ശരീരത്തിൽ പല മാരകമായ അസുഖങ്ങളും അതുപോലെ മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് വളരെ കൂടുതലായതുകൊണ്ടാണ് ഇത്തരത്തിൽ ലഹരി, MDMA, കഞ്ചാവ് പോലെയുള്ള വസ്തുക്കളൊക്കെ നിരോധിച്ചുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിഷയങ്ങളിൽ പോലീസുകാരൊക്കെ ഇടപെടാൻ കാരണം. ഇനിയിപ്പോൾ ഒരു സിഗരറ്റ് ആണ് നമ്മൾ വലിക്കുന്നതെങ്കിൽ പോലും അത് നമ്മുടെ ചെസ്റ്റിൽ ക്യാൻസർ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മദ്യപാനം കരളിന് ഹാനികരമാണ്, ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാ ലഹരികളും മനുഷ്യ ശരീരത്തിന് ഹാനികരമായി തീരുന്നതാണ്. അതിൽ നമ്മൾ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാചകമുണ്ട്, കുല്ലു മുസ്കിരിൻ ഹറാം എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മസ്താക്കുന്ന എല്ലാ സാധനങ്ങളും ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നബി കൃത്യമായിട്ട് അത്തരം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഞാനൊരു മതത്തെ പറ്റി പറയല്ല. ഇന്നമിൽ ഖമറു വൽ മൈസറു വൽ അജ്ലാമു വൽ ഇജ്ലാസു റിജ്സും മിൻ അമലി ശൈത്വാനി ഫജ്തനിബൂ ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്നാണ് ആയത്ത് പറയുന്നത്. അതിൽ മദ്യപാനം വളരെയധികം മോശപ്പെട്ട കാര്യമാണ്, അത് ചെയ്യരുതെന്ന് വ്യക്തമായ രീതിയിൽ ഖുർആൻ പോലെയുള്ള മതഗ്രന്ഥങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അത് ഉപയോഗിക്കരുതെന്ന് പറയാൻ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് മനുഷ്യനെ നയിക്കുന്നില്ലതാണ്. എത്രയോ ആളുകൾ ദിനംപ്രതി ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾക്ക് അടിമപ്പെടുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പുകയിലയുടെ, മദ്യപാനത്തിൻ്റെ, അതുപോലെ കഞ്ചാവ്, ആൻസ് പോലെയുള്ള കൂട് പോലെയുള്ള പല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ഇത്തരത്തിലുള്ള ആളുകൾ ഹൃദ്രോഗം അതുപോലെ പല അസുഖങ്ങൾ, നമുക്കറിയാത്ത പല അസുഖങ്ങൾ ഈ മേഖലയിൽ വ്യാപകമായ രീതിയിൽ ഇന്ന് സമൂഹത്തിൽ പിടിപെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നില്ലാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്ന കാര്യം. രണ്ടാമതായിട്ട് അത് നമ്മുടെ കുടുംബത്തിൻ്റെ അടിസ്ഥാനപരമായ സാമ്പത്തിക ഭദ്രത തകർക്കുന്നില്ലാണ്. ഉദാഹരണത്തിന് മദ്യപാനിയായിട്ടുള്ള ഒരാൾ, സ്ഥിര മദ്യപാനിയായിട്ടുള്ള ഒരാൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതിലെ ലഹരിക്ക് അടിമപ്പെട്ട ഒരാൾ ആ ഒരു വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ വീട്ടിൽ ദാരിദ്ര്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. പിന്നെ മൂന്നാമതായിക്കൊണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ദൂഷ്യഫലം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നില്ലതാണ്. സമൂഹത്തിൽ ഇന്ന് കഞ്ചാവ്, MDMA പോലെയുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നത് കാരണം വളരെയധികം കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരികയാണ്. പട്ടാപകൽ സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നമ്മൾ ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ നമ്മൾ ഒരു പ്രതിജ്ഞ എടുക്കേണ്ട സമയം ഇന്ന് അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സമൂഹത്തിലെ ഒരു വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തെ ഒന്നടങ്കം കാർന്നു തിന്നുന്ന ഒരു മാരകമായ ലഹരിയായി ഇന്ന് ഈ ഒരു ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങൾ വന്നുപെടുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് നമ്മുടെ ഭാര്യയും മക്കളൊക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ ഈ മദ്യപാനിയായ ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ മക്കളൊക്കെ അമ്മയുടെ പിന്നിൽ പോയി ഒളിക്കുന്നൊരവസ്ഥ എത്രത്തോളം ഭീകരമായിരിക്കും. കാരണം അച്ഛനെ പേടിച്ച് മക്കൾ അമ്മയുടെ പുറകിൽ പോയി ഒളിക്കുന്നു. കാരണം അച്ഛന് മദ്യപിച്ചിട്ടാണ് വരുന്ന, വീട്ടിൽ വന്നാൽ അടി കിട്ടുന്ന മക്കൾക്ക് അറിയാം. അങ്ങനെ എത്രയോ ആളുകൾ ഇന്ന് സമൂഹത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഭരണകൂടങ്ങളൊന്നും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളാത്തത് കൊണ്ട് തന്നെ ഈ ലഹരിക്കെതിരെ ഒരു വലിയ യുദ്ധം നമ്മൾ നടത്തണം എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ ഉത്ബോധിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ലഹരിക്കെതിരെ ആളുകളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. നിങ്ങളത് ചെയ്യരുത്, ഇതിന് കടുത്ത വിപത്താണ്, ഇതുകൊണ്ട് യാതൊരു നേട്ടങ്ങളും ഉണ്ടാക്കുന്നില്ല. ശരീരത്തിന് സ്വാഭാവികമായിട്ട് ഒരു മസ്തായൊരവസ്ഥ അല്ലെങ്കിൽ ഒരു മത്തായിട്ടുള്ളൊരവസ്ഥ നമ്മുടെ തലച്ചോറിന് നൽകാൻ അല്ലെങ്കിൽ ഒരു ആനന്ദം നൽകാൻ മാത്രമേ ഇതിന് കഴിയുള്ളൂ. മറ്റെല്ലാ വശങ്ങളിൽ കൂടി നോക്കിയാലും ഇതിന് ദോഷങ്ങളെ, ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. ഏത് മതഗ്രന്ഥങ്ങളിലും അത് തെറ്റാണെന്ന് തന്നെ പറയുന്നത്. ഏത് വ്യക്തിക്കും അറിയാം മദ്യപാനം തെറ്റാണെന്ന്. അപ്പോൾ അത്തരത്തിലുള്ള വിപത്തുകൾക്കെതിരെ സമൂഹം ഒന്നിക്കണം. അത്തരത്തിൽ വിപത്തുകൾ സ്വയം ഒഴിവാക്കാൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കണം. അങ്ങനത്തെ ആളുകൾക്ക് പറ്റിയിട്ടുള്ള മെഡിസിൻസും അതുപോലെ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ഇന്ന് എല്ലാ ഹോസ്പിറ്റലുകളിലും ലഭ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചികിത്സ തേടിക്കൊണ്ട് ഈ ഒരു മഹാവിപത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും മാറണം. നിങ്ങളെ എന്തോ ഒരു ദുരന്തം പിടികൂടാൻ കാത്തിരിക്കുന്നുണ്ടെന്ന് മാത്രം മനസ്സിലാക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്മാറണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. എൻ്റെ ശബ്ദം കേട്ട എല്ലാ ആളുകൾക്കും, ഇത്രയും നേരം ക്ഷമയോടെ കേട്ട എല്ലാ ആളുകൾക്കും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു.